ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ വിളിച്ചിട്ട് ദയ ഫോൺ എടുത്തില്ല. ആ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ശബരിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടും അവളത് അനുസരിച്ചുമില്ല. കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടില്ല എന്റെ ചേച്ചി. അങ്ങനെ കിട്ടുന്നത് തടയാൻ ആർക്കും പറ്റില്ല. അത് വാങ്ങി കയ്യിൽ വെക്കാനല്ലേ പറ്റൂ. അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടുന്നത് ശ്യാമേട്ടന് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇതിപ്പോ ദയ അനുചേച്ചിയെ കൂടി ഇൻസൾട്ട് ചെയ്തതുപോലെ ആയല്ലോ ചേച്ചി. അവളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതായിരിക്കോ? ആർക്കറിയാം. വാസന്തി ചേച്ചി സ്ഥാനാർത്ഥിയാവാൻ മോഹിച്ച് നടപ്പുണ്ടായിരുന്നു. അവരെങ്ങാനും ദയെ കുത്തിപ്പൊക്കിയതാണോന്ന് അറിയില്ലല്ലോ. എന്തായാലും പാർട്ടിയിൽ ഇത് ചർച്ചയായാൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. പാവം അമ്മ, ഇതൊന്നും അറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് സ്വപ്നം കണ്ട് നടക്കുക. ശ്യാമേ, പാർട്ടി ഒക്കെ അറിഞ്ഞു. ആ പോസ്റ്റ് എത്രയും വേഗം പിൻവലിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാറ്റുമെന്ന് പാർട്ടി പറയുകയും ചെയ്തു. കുറച്ചു സമയം മുമ്പ് ശബരി എന്നെ വിളിച്ചിരുന്നു. അമ്മയും സുകുമാരിയും കൂടി ദയയെ കണ്ട് പോസ്റ്റ് പിൻവലിക്കണോന്ന് ആവശ്യപ്പെടാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് ദയ സമ്മതിച്ചു കേട്ടത്തി? ദയ അവിടെ ഇല്ലായിരുന്നു സോനെ. അമ്മ ചിലപ്പോ ദയയെ തിരക്കി എന്റെ വീട്ടിലോട്ട് പോയി കാണും. ദേ, അമ്മയായിരിക്കും. അമ്മേ, എന്തായി? ദയെ കണ്ടോ? അപ്പൊ നീ എല്ലാം അറിയുന്നുണ്ടല്ലേ? അവൾ ഇങ്ങനൊരു കൊലച്ചതി ചെയ്തിട്ട് നീ ഇന്നേവരെ എന്നോടൊരു വാക്കു പറഞ്ഞില്ലല്ലോ അനു. അമ്മേ, അത് അമ്മ ടെൻഷൻ ആവണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മ അറിയുന്നതിന് മുമ്പ് ദയെ കൊണ്ട് അത് പിൻവലിപ്പിക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ശബരി എന്നോട് പറഞ്ഞു. അവൾ അവനും വഴങ്ങാതെ അച്ഛന്റെ അടുത്തേക്ക് പോയിരിക്കുക. ഇനി അനന്തമാഷ മനസ്സ് വെച്ചാലേ എന്തെങ്കിലും നടക്കൂ. അമ്മ മാഷിനെ കണ്ട് കാര്യം പറയേ. ഞാൻ തനിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല സോനെ. അനുപമേ, നീയും കൂടി എന്റെ കൂടെ ഒന്ന് വാ. ഇന്നെങ്കിലും അത് പിൻവലിച്ചില്ലെങ്കിൽ നാളെ പാർട്ടിക്കാരെന്റെ സ്ഥാനാർത്ഥി ചീട്ട് കയറും. ശബരി പറഞ്ഞിട്ട് അനുസരിക്കാത്തതയാ. അപ്പോ അനുചേച്ചി അച്ഛനും പറഞ്ഞ കേക്കോ? അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ, എന്നാ നമുക്കിപ്പൊ തന്നെ അങ്ങ് പോയാലോ? ആ, കയ്യോടെ ദയ്യെ കൊണ്ടത് പിൻവലിപ്പിച്ചാലേ എനിക്കൊരു സമാധാനാവൂ. ശരി അമ്മേ, ഞാൻ വേഗം റെഡിയായിട്ട് വരാം. അമ്മ അവിടെ നിൽക്ക്. ആ പ്രതിഭേ, നീ അകത്ത് ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി അമ്മ. ആ, ഈശ്വര, ആ ദയക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഈശ്വരൻ ദയയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈശ്വരനായിട്ട് എന്നെ തിരുത്തോ സോനെ? ഒന്ന് നാവടക്കി വെച്ചിരിക്കോ ശ്യാമേട്ട. അമ്മ ഇലക്ഷനിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ നമുക്കും കൂടിയല്ലേ നേട്ടം. ആ കിരീടം കൂടി അവരുടെ തലയിൽ വന്നാ ഇവിടെ കാണാം എന്താ നടക്കാൻ പോകുന്നത്.
പേടിക്കണ്ട, ഞാൻ രഘുവാ. വരൂ. മിയമോള് മോള് അകത്ത് കിടക്കോ? അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നേ. ഇവിടെ വരുന്നവരൊക്കെ നോട്ട് ചെയ്യപ്പെടും, അതുകൊണ്ട് പറഞ്ഞതാ. കുഴപ്പമില്ല, നോക്കൂലിക്കാരൻ ഞാൻ വഴിയിൽ കണ്ടു. അകത്തേക്ക് വരൂ. ഇരിക്കാൻ ഞാൻ കസേര എടുക്കാം. വേണ്ട. മോളെ വാ, എഴുന്നേൽക്ക. മോളെ, ഇത് അച്ഛന്റെ കൂട്ടുകാരനാ. ഈ അങ്കിള് മോളെ കാണാൻ വന്നതാ. മോളെ, ഇതങ്ങള് മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന. അച്ഛനെ കണ്ടിരുന്നോന്നാ ചോദിക്കുന്നേ. കണ്ടു. അച്ഛനെ കണ്ടിട്ടാ അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നത്. മോള് വിഷമിക്കാതിരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിന് അന്നിവിടെ നടന്നതൊന്നും മോള് കണ്ടില്ല. മിയമോള് മരുന്ന് കഴിച്ച് മയക്കത്തിലായിരുന്നു. മോള് ജന്മനാ സംസാരിക്കായിരുന്നില്ലേ? സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 1 വർഷം മുമ്പ് വരെ പാട്ടുപാടിയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്നൊരു ഫിക്സ് വന്നു. അതെ, പിന്നെ പലപ്പോഴായി ആവർത്തിച്ചു.